ഓപ്പറേഷൻ നങ്കോർ. ചിരിയാ വരുന്നത്. കാരണം എന്താ വെച്ചാൽ ഇതുവരെ ഇല്ലാത്ത ചെക്കിങ് പരിശോധനയൊക്കെയാണ്. അത് ഒരു വണ്ടിക്ക് വേണ്ടിയിട്ട് ഭൂട്ടാനെന്ന് ഇറക്കിയ ഭൂട്ടാനെന്ന് കൊണ്ടുവന്ന വണ്ടി എന്നും പറഞ്ഞ് അല്ല, ഇവരൊന്നും ഈ നോർത്ത് ഇന്ത്യയിലെ ആൾക്കാരൊന്നും കണ്ടിട്ടില്ല. അതിൻ്റെ അകത്തുള്ള ഷോർട്സ് ഇട്ടുണ്ടല്ലോ ഒരുപാട് ലാൻഡ് ക്രൂയിസറും അതേപോലെ തന്നെ ഡിഫൻഡറും കാര്യങ്ങളൊക്കെ എല്ലാം വരുന്നില്ലേ? അവിടെയൊന്നും പരിശോധന ഇതാക്കുന്നില്ലേ? ഇത് രണ്ട് നടന്മാരെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ട് ഓരോരാൾക്ക് ഓരോ ക്രേസല്ലേ വണ്ടികൾ. ഒരു ചിലർക്ക് ബൈക്ക് ഉണ്ടാവും, പഴയ പഴയ ബൈക്കുകളൊക്കെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടാവും. അതേപോലെ തന്നെ കാറുകൾ, അതൊക്കെ ഓരോരാളുടെ എന്ന് പറഞ്ഞാൽ അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ്. ഇത് 5-8 കാറ് കണ്ടെന്ന് വെച്ചിട്ട് അവിടെ പോയിട്ട് പരിശോധന നടത്തിയിട്ട് ഭൂട്ടാനെന്ന് ഇറക്കിയതാണ് മറ്റിടത്തുനിന്ന് ഇറക്കിയതാണെന്ന് പറഞ്ഞിട്ട് ഓരോന്ന് പറഞ്ഞ്. അല്ല, ഈ സംഭവം എന്ന് വെച്ചാൽ ഈ രണ്ട് ആൾക്കാരെ മാത്രമേ ടാർഗറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. പിന്നെ ഒരു ഇൻഫ്ലുവൻസറെ ഒരു പിന്നെ ലാൻഡ് ക്രൂയിസർ, ഈ ലാൻഡ് ക്രൂയിസർ കണ്ട ഉടനെ തുടങ്ങും ഭൂട്ടാനെന്ന് ഇമ്പോർട്ട് ചെയ്തതാണെന്ന് പറഞ്ഞു. എടോ, ഈ ഭൂട്ടാനെന്ന് മാത്രമാണോ ഈ കാറുകൾ ഇമ്പോർട്ട് ചെയ്തത്? അല്ലല്ലോ, പല സ്ഥലത്തുനിന്ന് ഇമ്പോർട്ട് ആക്കുന്നുണ്ട്. അതെന്ന് വെച്ചാൽ അതിൻ്റെ RC ഓണർ, പ്രീവിയസ് RC ഓണർ പലരും ഇപ്പം നമ്മൾ എടുക്കുന്ന വണ്ടികൾ തന്നെ, സെക്കൻഡ് എടുക്കുന്ന വണ്ടികൾ തന്നെ എങ്ങനെയാണ് ഉള്ളതെന്നൊന്നും അറിയില്ല. ഇതിൻ്റെ മുന്നേ ഉള്ള ഓണേഴ്സിനെയൊക്കെ പരിശോധിച്ചിട്ട് വണ്ടി വാങ്ങുമെന്ന് പറഞ്ഞാൽ നമ്മൾ വണ്ടി വാങ്ങലുണ്ടാവില്ല. ഓരോരാളുടെ ക്രൈസിന് ഇപ്പം എത്ര കോടി വിലയുള്ള സാധനം ചെറിയ പൈസക്ക് കിട്ടുന്നുണ്ടെങ്കിൽ എത്ര പണക്കാരൻ മേടിക്കലും എടുക്കും. പണക്കാർക്ക് തന്നെ കോടികളെ കാട്ടും എന്നാ പറയണ്ടേ, ലക്ഷങ്ങൾ കിട്ടുന്നുണ്ട് അതിന് വാങ്ങുന്ന ഒരു പിന്നെ ആൾക്കാരാണ് പകുതി മുക്കാലും പണക്കാരുള്ളത്. ഇത് സംഭവം എന്ന് പറഞ്ഞാൽ ഇതുവരെ എവിടെ പോയി പരിശോധന ഇത്രയും കാറുകൾ ഇമ്പോർട്ട് ചെയ്തിട്ട് അത് അങ്ങനെ കൊണ്ടുവരുന്നുണ്ട് എന്തായാലും ഇവരറിയൂലേ? ഇത് സംഭവം ഞാൻ പറഞ്ഞില്ലേ, ഇത് ഓരോ നാടക പരിപാടിയാണ്. കാരണം എന്ന് വെച്ചാൽ രണ്ടാളെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ട് ഇനി അവർക്ക് വണ്ടി കൊടുക്കൂല. വണ്ടിയൊക്കെ എന്ന് പറഞ്ഞാൽ കേസിലാക്കിയൊക്കെ ഇട്ടിട്ട് അവർക്ക് വണ്ടിയും കൊടുക്കൂല. ഇമാതിരി ചെറ്റത്തരം വരച്ച പരിപാടി എന്ന് പറഞ്ഞാൽ ചിരിയാ വരുന്നത്. കാരണം ഒരു ലാൻഡ് ക്രൂയിസർ ഇപ്പം ഞാൻ കൊണ്ടുവന്നാൽ തന്നെ അത് ഞാൻ ഭൂട്ടാനിൽ ഇമ്പോർട്ട് ചെയ്തതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ പേരിലും വരും ഓരോ പരിപാടി. ഇതൊക്കെ ഏതാ പറയണ്ടേ, ഒരു ഡിഫൻഡർ വാങ്ങാൻ പറ്റില്ല, ഒരു പഴയ ഡിഫൻഡർ വാങ്ങാൻ പറ്റില്ല, ഒരു പിന്നെ ഇത് തന്നെ LC വാങ്ങാൻ പറ്റില്ല. അതേപോലെ തന്നെ മറ്റു പല വണ്ടികൾ എന്നാ പറയണ്ടേ, ലാൻഡ് റോവറിൻ്റെ തന്നെ ചെറിയ ഇപ്പോൾ പഴയ മോഡൽ വണ്ടികളൊക്കെ വാങ്ങിയാൽ ഭൂട്ടാൻ